തൃശൂരിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്നലെ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ നിരവധി പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ജയേഷ് രാഘവൻ വിവരങ്ങളുമായി. ജയേഷ്, ഏത് രീതിയിലാണ് ഇപ്പോൾ തൃശൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? വിവിധയിടങ്ങളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണോ അവർ നൽകുന്നത്? ഈ പുഴയിലൂടെ ഇപ്പോഴും നമുക്ക് കാണാം പല സാധനങ്ങൾ ഒഴുകി വരുന്നു, വീട്ടുപകരണങ്ങൾ ഒഴുകി വരുന്നു, അതോടൊപ്പം തന്നെ മൃഗങ്ങളുടെ ശവശരീരങ്ങൾ ഒഴുകി വരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക ദുരന്തം അത് സൃഷ്ടിച്ചൊരു ആഘാതം അല്ലെങ്കിൽ നാശനഷ്ടം ഇപ്പോഴും കൺമുമ്പിലൂടെ കടന്നു പോകുന്ന അതാണ്. ദൂരെ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കാണാം, വ്യക്തമായി ഒഴുകി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു പോത്തിന്റെ ശവശരീരമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വലിയ നമുക്ക് വളരെ പ്രയാസം തോന്നുന്ന പല കാഴ്ചകളുമാണ് ഈ മേഖലയിൽ കാണുന്നത്. നമ്മളൊക്കെ മറ്റ് മേഖലകളിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ കണ്ട കാഴ്ചകൾ അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു സാഹചര്യം. മാളയിലും പരിസര പ്രദേശങ്ങളിലും വളരെ വലിയ ഒരു ആഘാതം തന്നെയാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാടാവുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലേ. സാധാരണ ജീവിതത്തിൽ കിടക്കാൻ ഇങ്ങനെ പോയാലും ഒരു മാസമെങ്കിലും പിടിക്കും. ഇവിടെ സാധാരണ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. കിണറിനൊക്കെ മൂടിപ്പോയി, കിണറിന്റെ മുകളിൽ കൂടിയാണ് വെള്ളം. പോത്തിശ്ശേരി, പാലശ്ശേരി ആ ഏരിയയിലുള്ളവരൊക്കെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തിയത് 2 ദിവസം ഡേം കമ്മിയുമൊക്കെ പിടിച്ചാണ് പോയി രക്ഷപ്പെടുത്തിയത്. ആകെ കാലുകളും കൈകളൊക്കെ മുറിഞ്ഞ് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഒന്നും തന്നെ എത്തിയിരുന്നില്ല. ഇന്ന് 2 ദിവസമായിട്ട് വണ്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ. കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല അവിടെ ആ ഏരിയയിൽ. കുമ്പിടി, പാലശ്ശേരി ആ ഏരിയ, പോത്തിശ്ശേരി ആ ഭാഗങ്ങൾ റോഡുകളൊക്കെ വിണ്ടുപൊളിഞ്ഞ് കാര്യങ്ങളൊക്കെ വിണ്ടുപൊളിഞ്ഞ് നടക്കാനേ പറ്റുന്നില്ല. ആളുകൾ പറയുന്നത് അത് തന്നെയാണ്. പല മേഖലകളിലേക്കും ഇപ്പോഴും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം. വെള്ളക്കെട്ടിനടിയിലാണ്. അവിടെയൊക്കെ എത്ര ആളുകൾ കുടുങ്ങിയെന്നറിയില്ല. നാശനഷ്ടങ്ങൾ വലുതാണ്. ജീവിത മാർഗങ്ങൾ അല്ലെങ്കിൽ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരിച്ചുപോകാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചുപോകാൻ വീടുകളില്ല. വീടുകൾ പലതും ഭാഗികമായോ പൂർണ്ണമായോ നശിച്ചിരിക്കുന്നു. ഉള്ള വീടുകൾ തന്നെ ചളി പൂർണ്ണമായും അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. വൈദ്യുതിയില്ല, കുടിവെള്ളമില്ല, മറ്റ് ശുദ്ധജലമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും ഈ മേഖല ഒറ്റപ്പെട്ടിരിക്കുന്നു. വലിയ നഷ്ടം തന്നെയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇവർ സാധാരണ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ മാസങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ എത്ര ആളുകളെ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാകുന്നു. മുങ്ങൽ വിദഗ്ധർ ഇന്നും ഈ മേഖലയിലുണ്ട്. നേവിയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും രക്ഷാപ്രവർത്തകരുണ്ട്. പോലീസും ഫയർഫോഴ്സും ഉണ്ട്. വളരെ വലിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ നടന്നത്. ഇന്നലെയും നിരവധി പേരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒഴുകി വരുന്നത് ഒരു വളർത്തുമൃഗത്തിന്റെ ശവശരീരമാണ്. ഇത്തരത്തിലുള്ള ദയനീയമായ കാഴ്ചകളാണ് മാളയിലും വൈന്തലയിലും അതുപോലെ തന്നെ കുഴൂരും കുണ്ടൂരും എല്ലാം നമുക്ക് അന്നമനടയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല മേഖലകളിലും വീടുകൾ പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. എന്തൊക്കെ കന്നുകാലികൾ അതുപോലെ തന്നെ മറ്റ് വളർത്തുമൃഗങ്ങൾ, ആളുകൾ, അങ്ങനെ എല്ലാം പല വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ വലിയ സങ്കടകരമായ കാഴ്ചകൾ തന്നെയാണ് ഈ മേഖലയിൽ നമുക്ക് നൽകാനുള്ളത്. ആൾനാശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് തൃശൂർ ജില്ലയിൽ നിന്നുള്ള കാഴ്ചകളും വിവരങ്ങളുമാണ് ജയേഷ് രാഘവൻ നൽകിയത്.